ശബരിമലയിൽ ദിവ്യാംഗർക്കും കുട്ടികൾക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും സുഗമ ദർശനം ഉറപ്പാക്കുന്നില്ലെന്ന ജനം TV വാർത്തയിൽ പ്രതികരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തിരക്കുള്ളപ്പോൾ ഇത് പ്രായോഗികമല്ല, തിരക്ക് നിയന്ത്രിച്ച ശേഷം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജനം TV വാർത്ത നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ജനം TV വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കെ ജയകുമാറിന്റെ പ്രതികരണം. കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, പാഴ്വാക്കായിട്ടില്ല. അപ്പോൾ ആളുകളൊന്ന് നിയന്ത്രിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പേര് നീക്കുമ്പോൾ നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ? അത് ഞാൻ ശ്രീജിത്തുമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു ക്രമീകരണം ഉണ്ടാക്കാം. ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. പാഴ്വാക്കായെന്ന് വിധി പറയാറായിട്ടില്ല. നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. കേട്ടോ. സുരേഷ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ശബരിമലയിൽ കുഞ്ഞയ്യപ്പന്മാർക്കും കുഞ്ഞ് മാളികപ്പുറങ്ങൾക്കും സുഗമമായ ദർശനം ഒരുക്കും. നിലവിലെ തിരക്ക് ക്രമാതീതമായതുകൊണ്ടാണ് അത് നിയന്ത്രിച്ച ശേഷം അത്തരം സൗകര്യങ്ങൾ ഉറപ്പാക്കും എന്നാണോ നമ്മുടെ ചോദ്യത്തിന് കെ ജയകുമാറിന്റെ പ്രതികരണം? ജനം TV ആണല്ലോ ഈ വാർത്ത ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനം TV ഇന്ന് രാവിലെ പുത്തൻ പുലരിയിലാണ് ഈ വാർത്ത ചൂണ്ടിക്കാട്ടിയത് എന്ന് തന്നെയാണ്. ഈ വാർത്തയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ക്രമീകരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് മുൻ കാലഘട്ടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ സംഭവം ജനം TV വാർത്ത നൽകിയിരുന്നു. അത്തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ ജനം TV നൽകിയിരുന്നു. അതിനുശേഷം ക്രമീകരണം നടപ്പിലാക്കും എന്നൊരു വാക്കാണ് ഇപ്പോൾ നടപ്പിലാക്കാതെ പോയത്. ആ ചോദ്യത്തിനാണ് അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞത്. അതായത് ഈ തിരക്കിനിടയിൽ അത്തരത്തിലുള്ളൊരു ക്രമീകരണം നടത്താൻ സാധിച്ചിരുന്നില്ല, അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു കാട്ടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉടനടി ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നും ഉടനടി ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. തിരക്കുണ്ടായിരുന്നു. ഈ തിരക്ക് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഹൈക്കോടതിയുടെ വരെ ഒരു പരാമർശം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. നമുക്കറിയാം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ പാളിച്ചകൾ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അപ്പോഴാണ് ഈ കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറമോ ഒക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്യൂ നിന്ന് വലയേണ്ടി വരുന്ന ഒരു വാർത്ത ഇന്ന് രാവിലെ ജനം TV പുറത്തുവിട്ടത്. എന്തായാലും ആ വാർത്തയ്ക്കാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഉടനടി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ വാർത്ത കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ഒക്കെ തന്നെയും ഏറെ ആശ്വാസകരമായ ഒന്നാണ്. ജനം TVയുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കും ഉടനടി ക്രമീകരണങ്ങൾ നടപ്പിലാക്കുവാനും എത്തിച്ചേർന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.